ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു മധുരം കഴിക്കണം എന്നൊക്കെ കൊതി തോന്നിയാൽ, അതല്ലെങ്കിൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ വളരെ ഈസി ആയിട്ടൊരു ഡെസേർട്ട് തയ്യാറാക്കി കൊടുക്കാനൊക്കെ തോന്നിയാൽ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു സിമ്പിൾ പുഡിംഗ് ആണ് കേട്ടോ. ഇത് കുട്ടികൾക്ക് വരെ ഉണ്ടാക്കിയെടുക്കാം, അത്രയും ഈസിയാണ്. ഒരുപാട് ചേരുവകളൊന്നും ചേർത്ത് കൊടുക്കേണ്ട, കുറച്ച് ചേരുവകൾ മതിയാവും. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. എന്നാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ, അടിപൊളിയാണ്. നല്ല സ്വീറ്റ് ആൻഡ് ക്രഞ്ചി ആയിട്ടുള്ള ഒരു അടിപൊളി പുഡിംഗ് ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തിന്നായിട്ടുള്ള സേമിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. തിന്നായിട്ടുള്ള വെച്ചിട്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കണം, കട്ടിയുള്ള സേമിയ ഉപയോഗിക്കരുത് കേട്ടോ. ആ തിന്നായിട്ടുള്ള സേമിയം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പാൽപ്പൊടി ചേർക്കുന്നത് ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു പാന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ട് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്ക് ഈ ഒരു ബട്ടറിൽ ഈ ഒരു സേമിയം നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ബട്ടറിന് ചേർത്ത് കൊടുക്കണം, നെയ്യൊന്നും ചേർത്ത് കൊടുക്കരുത്. ബട്ടറിന് ചേർത്ത് കൊടുക്കുമ്പോഴാണ് പുഡിങ്ങിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് ബട്ടർ മെൽറ്റായ സമയത്ത് ഇതിലേക്ക് സേമിയം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് വറുത്തെടുക്കണം. ഇനി ഇതിലേക്കൊരു 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്ത് വീണ്ടും ഒരു 2 മിനിറ്റും കൂടെ വറുത്തെടുക്കുക കേട്ടോ. നമ്മൾ ഈ ഒരു സേമിയ എടുത്തൊന്ന് കടിച്ച് നോക്കുമ്പോൾ അതിങ്ങനെ പൊട്ടി വരണം കേട്ടോ. ആ ഒരു സമയം വരെയാണ് വറുത്തെടുക്കേണ്ടത്. ഇനി നമ്മളിത് വേവിച്ചൊന്നും എടുക്കുന്നില്ല, അതുകൊണ്ട് തന്നെയാണ് നന്നായിട്ട് വറുത്തെടുക്കണം എന്ന് പറയുന്നത്. എന്നിട്ടത് ഫ്ലെയിം ഓഫാക്കി മാറ്റി വെക്കാം. ഇനി ഒരു സോസ് പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുത്ത് കട്ടകളൊന്നും ഇല്ലാതെ ഈ ഒരു കസ്റ്റാർഡ് പൗഡർ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. എന്നിട്ട് നന്നായിട്ട് കലക്കിയെടുത്ത ശേഷം ബാക്കിയുള്ള പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരു പാക്ക് പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനൊരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പുഡിംഗ് ഒക്കെ ആകുമ്പോൾ നല്ല മധുരം ഉണ്ടാകുമ്പോൾ അല്ലേ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓൺ ചെയ്ത് കൈയെടുക്കാതെ ഇളക്കി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാരക്ക് പകരം വേണമെങ്കിൽ മിൽക്ക് മെയ്ഡും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിതിലേക്ക് മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നന്നായിട്ട് കുറുക്കിയെടുക്കുക. നന്നായിട്ട് കുറുകി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഏത് ട്രേയിലാണോ നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത് അതിലേക്ക് ഒരു ലെയറായിട്ട് നമുക്ക് വറുത്ത് വെച്ച സേമിയയിൽ പകുതിയോളം ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. പകുതിയോളം ഒരു ലെയറായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സേമിയൊക്കെ ഒന്ന് ഇങ്ങനെ പൊടിഞ്ഞ് ചെറുതായിട്ടൊന്ന് കട്ടായിട്ടും കിട്ടും, ആ ഒരു ലെയർ നല്ല സെറ്റായിട്ട് കിട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച് കുറുക്കി എടുത്തിട്ടുള്ള ഈ ഒരു കസ്റ്റാർഡ് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് ബാക്കിയുള്ള വറുത്ത സേമിയം കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒരുപോലെ ആവുന്ന രീതിയിൽ മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നട്ട്സ് ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ കാഷ്യൂനട്ടും ബദാമും മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും എടുക്കുക കേട്ടോ. അത് രണ്ടും കൂടെ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1 മണിക്കൂർ തണുപ്പിച്ചെടുക്കുക കേട്ടോ. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളി പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. നമുക്ക് ഈ ഒരു തിന്നായ സേമിയം നമ്മൾ കുനാഫ ഡോൻ്റെ പകരമാണ് കേട്ടോ എടുക്കുന്നത്. കുനാഫ ഡോ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ അടിപൊളിയായിരിക്കും. കുനാഫ പുഡിങ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സേമിയം വെച്ചിട്ടും ഇത് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല സ്വീറ്റാണ്, അതുപോലെ തന്നെ ഈ ഒരു ക്രഞ്ചിനെസ്സും കൂടെ വരുന്നതുകൊണ്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും, വീണ്ടും വീണ്ടും ചോദിച്ചു വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പുഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ആയിട്ട് അറിയിക്കാനും, ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്